ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രോസറി പർച്ചേസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ കുറച്ച് ബിസി ആയിട്ടുള്ള ഡേ ആണെന്ന് നമ്മൾ പറവൂർ തന്നെയുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി വീട്ടിലേക്ക് 2 മാസത്തേക്ക് ആവശ്യമുള്ള ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നേരെ പച്ചക്കറി വാങ്ങാൻ പോയി. പച്ചക്കറി വളരെ കുറച്ച് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ, കാരണം അത് ചീത്തയായി പോണതുകൊണ്ട്. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന ഉടനെ തന്നെ ഞങ്ങളതൊക്കെ പാക്ക് ചെയ്ത് വെക്കേണ്ടിടത്തെല്ലാം വെക്കുകയായിരുന്നു. കാരണം ഇത് കഴിഞ്ഞ് നമുക്ക് വേറെ പരിപാടികളുണ്ട്. ഇത് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ കൊച്ചുള്ളതുകൊണ്ട് അവളതൊക്കെ വലിച്ചു വാരിയിടും. അങ്ങനെ ഞങ്ങൾ പച്ചക്കറിയൊക്കെ ആദ്യം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാനുള്ളത് ഫ്രിഡ്ജിലും, പിന്നെ സവോളയൊക്കെ കുറച്ച് കൂടുതൽ വാങ്ങിച്ചായിരുന്നു. അതൊക്കെ വെക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ പ്രോപ്പറായിട്ട് വെച്ച് അപ്പോഴേക്കും അമ്മ ഇതിനെയും കൊണ്ട് വന്ന് അവളതിനകത്തോട്ട് അവൾക്ക് പിന്നെ ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്ത കാരണം അവൾ അതുമ്മ കുറച്ച് നേരം നിന്ന്. അപ്പോഴേക്കും സവോളയൊക്കെ നമ്മൾ അത്യാവശ്യം എടുക്കാനുള്ളത് മാത്രമേ അടുക്കളയിൽ വെച്ചുള്ളൂ. ബാക്കി എപ്പോഴും ഫ്രിഡ്ജിൻ്റെ താഴെയുള്ള ബോക്സിലാണ് വെക്കാറ്. അവിടെ വെച്ചു. അവൾ അതിൻ്റെ ഉള്ളിലോട്ട് കൈയിട്ട് വരാൻ വേണ്ടി ഒച്ചപ്പാടെടുക്കുകയായിരുന്നു. പിന്നെ അമ്മ ഒരു വിധത്തിൽ അവളെ പിടിച്ച് നിർത്തി. ആദ്യം നമ്മൾ പച്ചക്കറിയാണ് എടുത്ത് വെച്ചത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങളെടുത്തു. പച്ചക്കറി എപ്പോഴും കുറച്ചേ വാങ്ങാറുള്ളൂ, കാരണം അത് ഇരുന്ന് ചീത്തയായി പോകുമല്ലോ. ചീത്തയാവാത്ത സോപ്പ്, പേസ്റ്റ് അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ കുറച്ച് കൂടുതൽ വാങ്ങിക്കും, കാരണം പിന്നീടുള്ള ദിവസങ്ങളിലേക്കും ആവശ്യം വരും. അങ്ങനെ പച്ചക്കറി എടുത്ത് വെച്ച് കഴിഞ്ഞ് നേരെ ബാക്കിയുള്ള സാധനങ്ങളുടെ ബോക്സൊക്കെ അഴിച്ച് അതൊക്കെ പ്രോപ്പറായിട്ട് എടുത്ത് വെച്ചു. എടുത്ത് വെച്ചില്ലാതെ അങ്ങനെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ വരുമ്പോൾ ഓരോ പാക്കറ്റ് അവൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് എടുത്ത് വെച്ച് അത്യാവശ്യം റീസ്റ്റോക്ക് ചെയ്യാനുള്ളതൊക്കെ മാറ്റിയും വെച്ചു. സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ചതൊക്കെ ബോക്സിലാക്കി നമ്മൾ അടിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ എല്ലാം എടുത്ത് വെച്ചു. പിന്നെ സോപ്പ് പൊടി എപ്പോഴും നമ്മൾ വാങ്ങാറ് സാഷയായിട്ടാണ് വാങ്ങാറ്. കുറച്ച് പ്ലാസ്റ്റിക് വേസ്റ്റാണ്, പക്ഷേ വലിയ പാക്കായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ചീത്തയായി പോണ പോലെ ഫീൽ ആവും. ഇതാകുമ്പോൾ ഒരു പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് കാര്യം നടക്കും. പിന്നെ സോപ്പ് എപ്പോഴും കൂടുതൽ വാങ്ങിച്ച് വയ്ക്കും. അതുപോലെ തന്നെ പേസ്റ്റും വാങ്ങിച്ച് വയ്ക്കും. പിന്നെ ടോയ്ലറ്റ് ക്ലീനറൊക്കെ അതൊന്നും ചീത്തയായി പോകാത്ത കാരണം എപ്പോഴും വാങ്ങിച്ച് വയ്ക്കും. വേഗം ആ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഇതുവിൻ്റെ മാല വിളക്കിക്കാനായിരുന്നു. അവൾക്ക് അത്യാവശ്യം നല്ല കുറുമ്പുള്ള കാരണം മാലയുടെ കുളത്ത് അവൾ കടിച്ച് പൊട്ടിച്ച് വെച്ചേക്കായിരുന്നു. അതുപോലെ ഒരു കമ്മലിൻ്റെ ശങ്കീരിയും പിരിച്ചത് ഒടിച്ച് വെച്ചേക്കായിരുന്നു. അപ്പോൾ അത് രണ്ടും ശരിയാക്കാനായിട്ട് നമ്മൾ വാങ്ങിയ ഷോപ്പിൻ്റെ തന്നെ താഴെ തട്ടാന്മാരുണ്ട്, അവരുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്ത് അത് ശരിയാക്കി. നേരെ വന്നിട്ട് ഈ കാണുന്ന റീലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. ഭയങ്കര തിരക്ക് പിടിച്ച് ഷൂട്ട് ചെയ്ത റീലാണ്. ഇതിപ്പോൾ ജസ്റ്റ് ഓടിച്ച് കാണിക്കുന്നതാണ്. ഇതിൻ്റെ ഫുൾ വേർഷൻ കറക്റ്റായിട്ടുള്ളത് നമ്മുടെ പേജിൽ കിടപ്പുന്നുണ്ട്.